എല്ലാവർക്കും മോം ആൻഡ് കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ മടിയൊക്കെ തോന്നി. പക്ഷെ നമ്മുടെ അമ്മമാരല്ലേ, നമുക്കങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ അങ്കത്തട്ടിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ്. ദോശമാവ് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാവില്ലേ. അങ്ങനെ ദോശയുടെ ഒപ്പം ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പ്രോട്ടീൻ കണ്ടൻറ്റ് അധികം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഗ്ഗ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് ബുൾസൈ ആവാം, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടായിരിക്കാം, അങ്ങനെ ഏതൊരു രൂപത്തിൽ എഗ്ഗ് ഉൾപ്പെടുത്തും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട്. പിന്നെ കുക്കുംബർ എടുത്തു. കുക്കുംബർ രാവിലെയും ഈവനിങ്ങിലായിട്ട് ഓരോന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ജ്യൂസൊന്നും അടിച്ച് കുടിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ ഇങ്ങനെ കഴിക്കും. കുട്ടികൾ 2-3 പീസൊക്കെയാണ് നമ്മൾ കൊടുക്കുള്ളൂ, പക്ഷേ ഞാൻ ഓരോന്ന് എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്താ പറയുക വാങ്ങിക്കുന്ന ദിവസമാണ്. ഒരു വീക്കിലേക്കുള്ളതാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ 3 ഡേയ്സിനുള്ളിൽ അത് തീരും, പക്ഷേ വീണ്ടും പോയി വാങ്ങിക്കാം. എന്നാലും വേസ്റ്റ് ആവില്ലല്ലോ. വളരെ കുറഞ്ഞ എമൗണ്ട് അവർക്ക് ഇഷ്ടമുള്ള നോക്കിയാണ് വാങ്ങിക്കുന്നത്. കുട്ടികൾക്കാണ് മെയിൻലി ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കഴിക്കില്ല എന്നല്ല, കഴിക്കും, പക്ഷേ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലതല്ലെങ്കിൽ അവർ പിന്നെ കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് നോക്കി തന്നെ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒപ്പം നമ്മൾ ചെറുനാരങ്ങ എന്തായാലും വാങ്ങിക്കും, വീക്കിലി വാങ്ങിക്കുന്നത്. അത് വാങ്ങി അപ്പം തന്നെ ഞാൻ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ ആ ആഴ്ചത്തേക്ക് ആവശ്യമുള്ള ഇതിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്കത് ഫ്രഷായിട്ട് അപ്പം തന്നെ മുറിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് മടി പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ്. അതൊരാഴ്ചക്കുള്ളിൽ തീരും ചെയ്യും. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഞാനൊരു ലെമണേഡ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ, മിൻറ്റ് ഇട്ടിട്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് എനർജിയൊക്കെ ആയി. അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയായി. എന്താ വെച്ചാൽ ഉച്ചത്തെ പരിപാടി ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ റെസിപ്പി ബൈ മൈ ഹസ്ബൻഡ് എന്ന് പറയാം. ഇത് ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഫിഷ് ഫ്രൈ ആയിട്ട്. എന്തൊക്കെയോ പൊടികൾ എടുത്തിടുന്ന കാണാം, പക്ഷേ ഞാനവിടെ ഹെൽപ്പറായിട്ട് ചോദിക്കുന്ന പൊടികൾ എടുത്തു കൊടുക്കും, മസാലകൾ. അത്രയേ ഉള്ളൂ എൻ്റെ റോള്. പക്ഷേ അത് എന്താ പറയുക, നല്ല ടേസ്റ്റാട്ടോ. അത് ഫിഷ് ഫ്രൈയും റൈസും മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനിപ്പോൾ സാലഡ്സ് എടുക്കും, അത്രയില്ലാതെ വേറെ ഒന്നും അതിലില്ല. വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്ന പറയാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അത് തന്നെയായിട്ടാണ് കഴിക്കുന്നത്. ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഔട്ട് സൈഡ് പോയി വരാം എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ. അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴിക്ക് എനിക്ക് വിശക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് വരും. അപ്പോൾ നമ്മളുടെ ഒരു സമാധാനത്തിന് കഴിച്ചിറങ്ങണമെങ്കിൽ കുറച്ച് നേരത്തൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയായിട്ടാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് ഞങ്ങൾ പോയത്. അത് മെയിൻലി ഐക്യലക്ഷ്യമാക്കിയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം, നമ്മൾ മുന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം അത്യാവശ്യം വേണ്ടത്. ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്, അപ്പോൾ അതിൻ്റേതായ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു. ഇപ്പോൾ ഇതിൽ കാണുന്ന ഫുട്ബോളില്ലേ, ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ചിരി വരും. എൻ്റെ മോൻ ചെറിയതായിരുന്നപ്പം അവന് ഇത് ഫുട്ബോളാണെന്ന് വിചാരിച്ചിട്ട് തട്ട് കൊടുത്തു സാധനം നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. ഞങ്ങളതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ലൈറ്റാണ്. അപ്പം ആദ്യം അവൻ കണ്ടപ്പോൾ അവനെ തെറ്റിദ്ധരിച്ച് ഫുട്ബോളാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തൊട്ട് നോക്കിയൊക്കെ ഞങ്ങളിങ്ങോട്ട് വന്നു. ആവശ്യമുള്ളതെല്ലാം സെലക്ട് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആണെങ്കിൽ ചായയുടെ സമയമൊക്കെ നല്ലപോലെ കഴിഞ്ഞിരുന്നുണ്ട്. എന്നാലും പഴം പഴുത്ത് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നൊരു പഴംപൊരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കുന്നതാവുമ്പോൾ അധികം എന്താ പറയുക, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയും ഒക്കെയല്ലേ. പുറമെന്ന് വാങ്ങിക്കുന്ന പഴംപൊരിയോട് ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിലിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്തു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാവെല്ലാം കഴിഞ്ഞു, ദോശമാവ്. അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ളതെല്ലാം അരച്ചു. ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്, അതിന് പ്രത്യേക ഒരു ടേസ്റ്റിന്. അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തേക്കുള്ള മാവ് നമ്മൾ അതിൽ അരച്ച് വയ്ക്കും. 3 ചിലപ്പോൾ 4-ാമത്തെ ദിവസത്തെ വരെ ഉണ്ടാവും, നിൽക്കും അത് കുറച്ചൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ലേറ്റായിട്ട് തന്നെ ഈ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഡിന്നറിന് അങ്ങനെ ഒരു വിശപ്പ് തോന്നിയില്ല. അപ്പോൾ ചെറുതായിട്ടൊരു സാൻഡ്വിച്ച് മതിയെന്നായിരുന്നു എല്ലാവർക്കും. അപ്പോൾ പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു.
അപ്പം ഞാൻ അതും കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് ഒരു സോസ്, കുഴപ്പമില്ല, ഇഷ്ടപ്പെടുന്നൊരു സോസാണ്, അപ്പോൾ അത് ഒക്കെ ഇട്ട് ഒരു സാൻഡ്വിച്ചാക്കി എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവരും ഹാപ്പി. എന്താ കാരണം വെച്ചാൽ അവർക്കത് ഇഷ്ടമുള്ളൊരു സാൻഡ്വിച്ചാണ് ചിക്കനൊക്കെ ഇട്ടുള്ളത്. അങ്ങനെ ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.